ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇഫ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, സോ ഇഫ് ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയാൽ അതിന്റെ അകത്ത് നമ്മൾ എഴുതിയേക്കുന്ന കോഡ് റൺ ആവും, ഇല്ലെങ്കിൽ ആ കോഡ് സ്കിപ്പ് ചെയ്യും. ഇപ്പൊ ഈ കണ്ടീഷൻ ട്രൂ അല്ല, അത് ഫോൾസ് ആണെങ്കിൽ ഈ ബ്ലോക്ക് ഓഫ് കോഡ് റൺ ആവത്തില്ല. ഇതിന്റെ താഴെ എന്താണോ എഴുതിയിരിക്കുന്നത് അത് റൺ ആവും. അതാണ് ഇഫ് കണ്ടീഷൻ. ഓക്കെ, എന്താണോ നമ്മൾ എഴുതിയിരിക്കുന്ന കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിന്റെ അകത്തുള്ളത് റൺ ആവും, ഇല്ലെങ്കിൽ അതിന്റെ അകത്തുള്ളത് റൺ ആവില്ല. നമുക്ക് താഴത്തെ ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, എ ഈക്വൽ ടു 10 എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇഫ് കണ്ടീഷൻ എന്താണ്? ഇഫ് എ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, എ ഗ്രേറ്റർ ദാൻ 0 ആണോ? ആണ്. 10 ഗ്രേറ്റർ ദാൻ 0 അല്ലെ? എ ഗ്രേറ്റർ ദാൻ 0 ആണ് എന്ന് പറയുമ്പോൾ 10 ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്ത് ചെയ്യണം? അതൊരു പോസിറ്റീവ് നമ്പർ ആണെന്ന് നമ്മൾ പ്രിന്റ് ചെയ്യുന്നു. അപ്പം നമ്മുടെ കൺസോളിൽ എന്തായിരിക്കും കാണിക്കുക? പോസിറ്റീവ് നമ്പർ. ഇതാണ് ഇഫ് സ്റ്റേറ്റ്മെന്റ്. ഇങ്ങനെയാണ് ഇഫ് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഗൈസ്, ഇതുപോലത്തെ സ്മോൾ ആൻഡ് യൂസ്ഫുൾ വീഡിയോസിന് വേണ്ടി പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ലൈക്ക് മൈ വീഡിയോസ്. താങ്ക് യു.